കൊട്ടാരക്കര നഗരസഭയുടെ പേരുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കി പണിയുന്നതിന് 2 വർഷം മുമ്പ് നടപടി നീക്കിയതാണ്. 2 വർഷം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ ആവശ്യമില്ല നടപടി ചെയ്തതാണ്. സാങ്കേതികമായ പല കാരണങ്ങളാൽ അത് തടസ്സപ്പെട്ടു. ഉദ്യോഗസ്ഥ തലത്തിലുള്ള തടസ്സങ്ങളും മറ്റെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം കോൺട്രാക്ടർ തന്നെ പണി തുടങ്ങുന്നതിൽ താമസം വരുത്തി. ഇപ്പോൾ നിരന്തരം കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് പണി തുടങ്ങുന്നതിനാവശ്യമായ നടപടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷേ കോൺട്രാക്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ കോൺട്രാക്ടറുടെ കരാർ ക്യാൻസലാക്കി പുതിയ കോൺട്രാക്ടറെ ഏൽപ്പിക്കാൻ പുതിയ ടെൻഡർ എടുക്കാൻ ആവശ്യ നടപടിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കോൺട്രാക്ടർ ചെയ്യാം എന്ന് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആഴ്ച തന്നെ തുടങ്ങാം എന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. പണിക്കാരെ കിട്ടിയിരുന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് പണി ആരംഭിക്കാൻ വേണ്ടി കഴിയും. നഗരസഭ ഈ കോൺട്രാക്ടർ വർക്ക് ചെയ്യാത്തത് കൊണ്ട് കോൺട്രാക്ടറെ ഒഴിയണം എന്നുള്ളത് ആലോചന നഗരസഭ നടത്തിയിരുന്നു, വർക്ക് തുടങ്ങാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളിനെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കാലതാമസം വീണ്ടും ഉണ്ടാവും. ആ കാലതാമസം ഉണ്ടായാലും ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ഒഴിവാക്കുക എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ ഈ കോൺട്രാക്ട് വർക്ക് ചെയ്യാമെന്ന് ഏറ്റിരിക്കുകയാണ്. അപ്പോൾ വർക്ക് ഈ ആഴ്ച തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പറയാം. അത് എത്രയും പെട്ടെന്ന് 6 മാസം കാലം പൂർത്തീകരിക്കാൻ കഴിയുന്നതാകുന്നത്.